ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഡിസംബർ 14 രാത്രിയുണ്ടായ ഭീകരാക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു, 40-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യഹൂദന്മാർ തങ്ങളുടെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഹനൂക്ക ഉത്സവത്തിന്റെ ആദ്യ രാത്രി ആഘോഷിക്കാൻ സംഘടിപ്പിച്ച ഹനൂക്ക ബൈ ദ സീ എന്ന പൊതു പരിപാടിക്ക് നേരെയായിരുന്നു ആക്രമണം. തോക്കുധാരികളായ 50 വയസ്സുള്ള പിതാവും 24 വയസ്സുള്ള മകനും ചേർന്നാണ് ആക്രമണങ്ങൾ നടത്തിയത്. ഇതിൽ ഒരാൾ പോലീസിന്റെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. 16 പേരുടെ മരണത്തിനിടയാക്കിയ ഈ ഭീകരതയെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനീസ് യഹൂദവിരുദ്ധ ഭീകരാക്രമണം എന്ന് വിശേഷിപ്പിച്ചു. ഓസ്ട്രേലിയ പോലുള്ള സുരക്ഷിതമെന്ന് കരുതുന്ന ഒരു രാജ്യത്ത് നടന്ന ഈ ഭീകര കൂട്ടക്കൊല ലോകമെമ്പാടുമുള്ള യഹൂദ സമൂഹത്തെ ലക്ഷ്യം വെച്ചുള്ള വിദ്വേഷത്തിന്റെ പുതിയ രൂപമായാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹനൂക്കയുടെ ആഘോഷം പൊതുവായി നിലവിളക്ക് അഥവാ മെനോറ പ്രകാശിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ അത്ഭുതം പരസ്യപ്പെടുത്തുവാനുള്ള കൽപ്പന നിറവേറ്റുന്ന ചടങ്ങാണ്. എന്താണ് ഹനൂക്ക ഉത്സവം, അതിൻ്റെ ആരംഭം എന്താണ് അതിൻ്റെ ചരിത്രം എന്നിവയെക്കുറിച്ച് പറയുവാനാണ് ഈ വീഡിയോയിൽ ഞാൻ ശ്രമിക്കുന്നത്. അതിനു മുൻപ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. ഹല്ലേലൂയ ന്യൂസ് ചാനലിന്റെ പതിവായുള്ള പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്നേഹിതർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ ഷെയർ ചെയ്തു കൊടുക്കുക. കൂടാതെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നടക്കുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ, ഈ ചാനലിന്റെ ഭാഗമാകുവാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുവാനുള്ള അവസരമുണ്ട്. അതിനായി നിങ്ങൾ തുക നൽകി പെയ്ഡ് മെമ്പർഷിപ്പ് എടുക്കുന്നത് ഞങ്ങൾക്ക് വലിയൊരു സഹായമായിരിക്കും. നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആരെയും നിർബന്ധിക്കുന്നില്ല. ഈ ശുശ്രൂഷ എന്നുള്ള നിലയിൽ ഞങ്ങളോട് ചേർന്ന് നടക്കുവാൻ താല്പര്യപ്പെടുന്ന, സഹകരിക്കുവാൻ താല്പര്യപ്പെടുന്നവരോട് മാത്രമാണ് ഇത് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചെത്താം. ഹീബ്രു ഭാഷയിൽ ഹനൂക്ക എന്നാൽ പ്രതിഷ്ഠ അല്ലെങ്കിൽ പുനഃസമർപ്പണം എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. സാധാരണയായി ഡിസംബർ മാസത്തിലെ ഏറ്റവും കുറഞ്ഞ പകൽ അനുഭവപ്പെടുന്ന തണുപ്പ് കാലത്താണ് ഈ 8 ദിവസത്തെ പ്രകാശത്തിന്റെ ഉത്സവം ആഘോഷിക്കപ്പെടുന്നത്. ഈ ഉത്സവം കേവലം മഞ്ഞുകാലത്തെ സന്തോഷം പകരുന്ന ഒരു ആഘോഷം മാത്രമല്ല, പുരാതന കാലം മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പാരമ്പര്യമായിട്ടുള്ള യഹൂദന്മാരുടെ ഒരു ആഘോഷമാണിത്. നമ്മുടെ കയ്യിലുള്ള 66 പുസ്തകങ്ങളുള്ള ബൈബിളിൽ മലാക്കി പ്രവചനത്തിന് ശേഷം യേശുക്രിസ്തുവിന്റെ ജനനം വരെയുള്ള 400 വർഷങ്ങൾ നിശബ്ദമായൊരു കാലഘട്ടമാണ്. പ്രവാചകന്മാരിലൂടെ ദൈവം യഹൂദനോട് ഇടപെടാതിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഹനൂക്കയുടെ ചരിത്രപരമായ ഉത്ഭവം. അതായത് ക്രിസ്തുവിന് മുൻപ് 2-ാം നൂറ്റാണ്ടിൽ അന്ന് ജൂദയ ഭരിച്ചിരുന്നത് സെലൂസിഡ് സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന അന്ത്യോക്യസ് എഫിഫാനസ് ആയിരുന്നു. യഹൂദ സമൂഹത്തിൽ ഗ്രീക്ക് സംസ്കാരം നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കുവാൻ അദ്ദേഹം നന്നായി പരിശ്രമിച്ചു. യഹൂദ മതത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുവാനുള്ള അന്ത്യോക്യസ് എഫിഫാനസിന്റെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തത്. യഹൂദന്മാർ ഏറ്റവും അശുദ്ധ മൃഗമായി കണക്കാക്കുന്ന പന്നിയെ അവരുടെ ഏറ്റവും വിശുദ്ധ സ്ഥലമായ യെരുശലേം ദേവാലയത്തിലെ യാഗപീഠത്തിൽ ബലി കഴിച്ചു. കൂടാതെ ഗ്രീക്ക് ദേവനായ സിയൂസിന്റെ പ്രതിമ ദേവാലയത്തിൽ സ്ഥാപിച്ചു. മാത്രവുമല്ല, യഹൂദന്മാരുടെ പരിശുദ്ധമായ ഈ ദേവാലയത്തിന്റെ പേര് ജൂപ്പിറ്റർ ഹില്ലേനിയസിന്റെ ദേവാലയം എന്ന പുനർനാമകരണം ചെയ്തു. എല്ലാ യഹൂദ ആചാരങ്ങളും, പ്രധാനമായും പരിച്ഛേദന, ശബ്ബത്ത് തുടങ്ങിയ യഹൂദന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആചരണങ്ങളെല്ലാം കർശനമായി നിരോധിച്ചു. യഹൂദന്മാരുടെ ന്യായപ്രമാണ പുസ്തകങ്ങൾ പിടിച്ചെടുത്ത് കൂട്ടിയിട്ട് കത്തിച്ചു. എല്ലാ യഹൂദ പട്ടണങ്ങളിലും ഗ്രീക്ക് ദേവതകൾക്കായി യാഗപീഠങ്ങൾ സ്ഥാപിക്കുവാനും ആരാധിക്കുവാനും ഉത്തരവിട്ടു. ഇതിനൊന്നും വഴങ്ങാത്ത യഹൂദന്മാരെ ക്രൂരമായി കൊലപ്പെടുത്തി. ഇതൊക്കെയായിരുന്നു അന്ത്യോക്യസ് എഫിഫാനസിന്റെ നടപടികൾ. ഈ നടപടികളിലൂടെ യഹൂദമതത്തിന്റെ തനതായ സ്വത്വം പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ട് ഒരു ഗ്രീക്ക് സംസ്കാരത്തെ നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കുവാനുള്ള പരിശ്രമമാണ് അദ്ദേഹം നടത്തിയത്. ദേവാലയം മലിനമാക്കപ്പെട്ട ഈ അവസ്ഥയ്ക്ക് മറുപടി നൽകിക്കൊണ്ടാണ് മക്കബേയൻ സൈന്യം ദേവാലയം തിരിച്ചുപിടിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തത്. ഈ കലാപം ക്രിസ്തുവിന് മുമ്പ് 167 മുതൽ 141 വരെയുള്ള കാലഘട്ടത്തിലാണ് നടക്കുന്നത്. എസ്മോണിയൻ കുടുംബത്തിലെ ജൂദാസ് മക്കബേയസിന്റെ ധീരമായ നേതൃത്വത്തിലാണ് ഈ പോരാട്ടം നടന്നത്. യഹൂദ പുരോഹിതനായിരുന്ന മത്തത്തിയാസിന്റെ 5 മക്കളിൽ ഒരാളാണ് ജൂദാസ് മക്കബേയസ്. യഹൂദ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ക്രിസ്തുവിന് മുമ്പ് 168 മുതൽ 164 വരെ നടന്ന യുദ്ധങ്ങളുടെ നായകനും അദ്ദേഹമായിരുന്നു. മക്കബേയസ് എന്നത് ജൂദാസിന് ലഭിച്ച ഒരു ബഹുമതി നാമം മാത്രമാണ്. ഈ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ചുറ്റിക എന്നാണ്. അദ്ദേഹത്തിന്റെ സൈനിക വൈദഗ്ധ്യവും പോരാട്ടത്തിലെ മികവും ഒക്കെ കാരണമാണ് ഈ പേര് അദ്ദേഹത്തിന് ചാർത്തി കിട്ടുന്നത്. ചെറിയൊരു കൂട്ടം യഹൂദ പോരാളികളുമായി
ജൂദാസ് ശക്തനായ സെലൂസിഡ് രാജാവിൻ്റെ സൈന്യത്തിനെതിരെ അതിശയിപ്പിക്കുന്ന വിജയങ്ങൾ നേടി. തുടർച്ചയായി 4 സെലൂസിഡ് സൈന്യങ്ങളെ അദ്ദേഹം പരാജയപ്പെടുത്തി. യൂദാസിന്റെ ഏറ്റവും വലിയ നേട്ടം ക്രിസ്തുവിന് മുമ്പ് 164 ഡിസംബർ മാസത്തിൽ ജെറുസലേം നഗരവും ദേവാലയവും തിരിച്ചുപിടിച്ചു എന്നുള്ളതാണ്. ദേവാലയം തിരിച്ചുപിടിച്ച ശേഷം ഗ്രീക്കുകാർ സ്ഥാപിച്ച യാഗപീഠങ്ങളും പ്രതിമകളും എല്ലാം അദ്ദേഹം പൊളിച്ചു മാറ്റി. പുതിയ യാഗപീഠം സ്ഥാപിക്കുകയും ലേവ്യ പുരോഹിതന്മാരെ അവിടെ ആരാധനയ്ക്ക് വേണ്ടി നിയമിക്കുകയും ആരാധന ആരംഭിക്കുകയും ചെയ്തു. ദേവാലയത്തെ ശുദ്ധീകരിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഈ പ്രവൃത്തിയാണ് ഹനൂക്ക എന്ന 8 ദിവസത്തെ പ്രകാശ ഉത്സവമായി യഹൂദന്മാർ ആഘോഷിക്കുന്നത്. ജൂദാസ് മക്കബേയസും അനുയായികളും നേടിയ ഈ സൈനിക വിജയമാണ് ഹനൂക്കയുടെ ചരിത്രപരമായ അടിത്തറ എന്ന് പറയുന്നത്. ദേവാലയം തിരിച്ചുപിടിച്ചത് കേവലം ഒരു സൈനിക നേട്ടം മാത്രമായിരുന്നില്ല, അതൊരു ദേശീയവും ആത്മീയവുമായ പുനഃസമർപ്പണം കൂടിയായിരുന്നു. ഭീകരതയാൽ മലിനമാക്കപ്പെട്ട ഈ ബോണ്ടി ബീച്ച് പോലെയുള്ള ആധുനിക പൊതു ഇടങ്ങളിൽ യഹൂദന്മാർ മെനോറ പ്രകാശിപ്പിക്കുന്നത് ചരിത്രത്തിൽ 2200 വർഷം മുൻപ് ദേവാലയം വീണ്ടെടുത്തതുപോലെ ഭയം വിതയ്ക്കുന്ന പൊതു ഇടങ്ങളെ വിശ്വാസം കൊണ്ട് പുനഃസമർപ്പിക്കുവാനുള്ള ഒരു ആത്മീയ പ്രവൃത്തിയായാണ് യഹൂദന്മാർ കണക്കാക്കുന്നത്. ഹനൂക്കയുടെ ആഘോഷത്തിന് ചരിത്രപരവും പാരമ്പര്യ വിശ്വാസത്തിൽ അധിഷ്ഠിതവുമായ 2 പ്രധാന ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈനിക വിജയമാണ്. മക്കബേയരുടെ പുസ്തകങ്ങൾ പോലുള്ള ആദ്യകാല ചരിത്ര രേഖകളിൽ ഹനൂക്കയുടെ പ്രാഥമിക പ്രാധാന്യം തങ്ങളുടെ ശത്രുക്കൾക്കെതിരെ യഹൂദന്മാർ നേടിയ സൈനിക വിജയത്തിനും ദേവാലയത്തിൻ്റെ പുനഃപ്രതിഷ്ഠയ്ക്കും ഉള്ള ഒരു നന്ദി പ്രകാശനമായിട്ടാണ് യഹൂദ മതം ഈ കാര്യങ്ങൾ ആഘോഷിക്കുന്നത്. മനുഷ്യൻ്റെ ധീരമായ പോരാട്ടവും ദൈവത്തിലുള്ള വിശ്വാസവും ഒന്നിച്ചു ചേരുന്ന ഒരു വിവരണമാണ് ഇത് സംബന്ധിച്ച് നൽകുവാനുള്ളത്. രണ്ടാമത്തേത് എണ്ണയുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുതമാണ്. ഇന്നത്തെ ഹനൂക്ക ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകമെമ്പാടും അറിയപ്പെടുന്നതുമായ വിവരണം എണ്ണയുടെ അത്ഭുതമാണ്. ദേവാലയം ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ മെനോറയിലേക്ക് പകരുവാനുള്ള ഇടിച്ചെടുത്ത ഒലിവെണ്ണയുടെ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ അവരന്വേഷിച്ചിട്ട് ആകെ 1 കുടം എണ്ണ മാത്രമേ ലഭിച്ചുള്ളൂ. അത് 1 ദിവസത്തേക്ക് മാത്രം ദേവാലയത്തിലെ മെനോറ കത്തുവാനുള്ള എണ്ണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവർ ആ എണ്ണ ഒഴിച്ച് തിരിയിട്ടത് കത്തിച്ചു. അത്ഭുതകരമായി ആ എണ്ണ അടുത്ത 8 ദിവസങ്ങളിലേക്ക് കത്തി നിന്നു എന്നാണ് പാരമ്പര്യ വിശ്വാസം. അതുകൊണ്ട് ഈ 8 ദിവസത്തിനകം അവർക്ക് വീണ്ടും പുതിയ എണ്ണ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു. ആ കാലഘട്ടത്തെയാണ് വീണ്ടും ഓർമ്മിച്ച് ഇവർ ഹനൂക്ക ആഘോഷങ്ങളായി ആചരിക്കുന്നത്. പിന്നീട് AD 70 ദേവാലയം അക്ഷരീകമായി കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെട്ടു. യഹൂദന്മാർ ലോകമെങ്ങും അഭയാർത്ഥി സമൂഹങ്ങളായി അലഞ്ഞു തിരിയേണ്ടി വന്നു. അവരങ്ങനെ അലഞ്ഞു തിരിഞ്ഞ കാലഘട്ടത്തിലും ഹനൂക്ക ഉത്സവം ഓരോ സമൂഹങ്ങളും മുടക്കം കൂടാതെ ആചരിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. സൈനിക ശക്തിയാലുള്ള ഒരു വിജയത്തിനപ്പുറം ആത്മീയ അത്ഭുതങ്ങളിലേക്കും ദൈവത്തിലുള്ള ആശ്രയത്തിലേക്കും പ്രതീക്ഷയർപ്പിക്കുവാനുള്ള ആന്തരികമായ പ്രതിരോധത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വെളിച്ചമായി തന്നെ ഈ ഹനൂക്ക ഉത്സവത്തെ അവർ മാറ്റിയെടുത്തു. ഇനി ഹനൂക്കയുടെ ചടങ്ങുകളെ കുറിച്ചുകൂടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. ഹനൂക്കയെ പ്രകാശത്തിൻ്റെ ഉത്സവമായി നിലനിർത്തുന്നതിൽ ചടങ്ങുകൾക്കും പാരമ്പര്യങ്ങൾക്കും നിർണായകമായ ഒരു സ്ഥാനമുണ്ട്. ഹനൂക്ക ആഘോഷത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഹനൂക്കിയ അഥവാ മെനോറ എന്ന നിലവിളക്ക് കത്തിക്കലാണ്. ഇതിന് 9 ശാഖകളുണ്ട്. ആ ശാഖകളിൽ മെഴുകുതിരികൾ ചേർത്ത് വെച്ച് കത്തിക്കുന്നതിനും വ്യക്തമായ നിയമങ്ങളുണ്ട്. ഓരോ രാത്രിയിലും വലത്ത് അറ്റത്ത് നിന്ന് തുടങ്ങി ഇടത്തോട്ടാണ് പുതിയ മെഴുകുതിരികൾ ചേർക്കുന്നത്. എന്നാൽ കത്തിക്കുന്ന ചടങ്ങ് നടക്കുമ്പോൾ എപ്പോഴും ഏറ്റവും പുതിയ മെഴുകുതിരി ഇടതുവശത്തുള്ളത് ആദ്യം കത്തിക്കുകയും പിന്നീട് വലത്തോട്ട് തുടർന്ന് കത്തിക്കുകയും ചെയ്യുന്നു. ഈ ആചാരം എല്ലാവരും ചേർന്ന് ഒരുമിച്ച് കൂടിയാണ് നടത്തേണ്ടത്. മെനോറ ഒരു ജനലിൻ്റെയോ അല്ലെ വാതിൽപ്പടിയുടെയോ അടുത്താണ് സ്ഥാപിക്കേണ്ടത്. കാരണം അത് പുറത്തു നിന്ന് പോകുന്ന വഴിയിൽ കൂടെ പോകുന്ന ആളുകൾക്ക് ഇത് കാണണം. ദൈവത്തിൻ്റെ അത്ഭുതത്തെ പരസ്യപ്പെടുത്തുവാനുള്ള ഒരു കൽപ്പന ഇതിലൂടെ നിറവേറപ്പെടുന്നു എന്നാണ് സങ്കല്പം. മെഴുകുതിരികൾ വലത്തു നിന്ന് ഇടത്തോട്ട് ചേർക്കുകയും എന്നാൽ ഇടത്തു നിന്ന് വലത്തോട്ട് കത്തിക്കുകയും ചെയ്യുന്നത് ഓരോ ദിവസവും നമ്മുടെ ശ്രദ്ധ പുതിയ പ്രതിബദ്ധതകളിലേക്കും പ്രത്യാശയിലേക്കും ഊന്നണമെന്ന സന്ദേശവും നൽകുന്നു. വെളിച്ചം എപ്പോഴും വർദ്ധിച്ചു വരണമെന്ന ദാർശനികമായ പാഠം ഈ അനുഷ്ഠാനം പ്രസരിപ്പിക്കുന്നുണ്ട്. ഭീകരതയുടെയും വിദ്വേഷത്തിൻ്റെയും കാലഘട്ടത്തിൽ അതിജീവനം സാധ്യമാക്കുന്ന പ്രത്യാശയുടെ വർധന എന്ന ആശയത്തെ ഈ ചടങ്ങ്
ഇന്നും ശക്തിപ്പെടുത്തുന്നുണ്ട്. മെനോറ കത്തിക്കുമ്പോൾ പ്രധാനമായും 2 അനുഗ്രഹ പ്രാർത്ഥനകളാണ് ഇവർ ചൊല്ലുന്നത്. മെഴുകുതിരികൾ കത്തിക്കുവാനുള്ള കൽപ്പനയെക്കുറിച്ചുള്ള അനുഗ്രഹവും പൂർവികർക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ദൈവത്തിനുള്ള സ്തുതിയുമാണ് ഈ പ്രാർത്ഥനകളിൽ അടങ്ങിയിരിക്കുന്നത്. കൂടാതെ ഹനൂക്കയുടെ ആദ്യത്തെ രാത്രിയിൽ മാത്രം ഷെഹേ ഖയ്യാനു എന്ന പ്രത്യേക അനുഗ്രഹ പ്രാർത്ഥന ചൊല്ലുന്നു. ഞങ്ങളെ ജീവനോടെ നിലനിർത്തുകയും താങ്ങുകയും ഈ കാലഘട്ടത്തിൽ എത്തിക്കുകയും ചെയ്ത ദൈവമേ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ എന്നർത്ഥം വരുന്ന ഈ പ്രാർത്ഥനയാണിത്. ബോണ്ടി ബീച്ച് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ വീണ്ടും ഹനൂക്കയുടെ ആഘോഷത്തിൽ അടുത്ത വർഷങ്ങളിൽ പങ്കുചേരുമ്പോൾ ഈ പ്രാർത്ഥന അതിജീവനത്തിനും വിശ്വാസത്തിലുമുള്ള ഒരു സമകാലികമായ സംഭവത്തിലൂടെ അവർ കടന്നുപോയതിൻ്റെ ദൃഢമായ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായി അത് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകമെങ്ങുമുള്ള യഹൂദന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അവരെ കാക്കട്ടെ.